ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് ഇപ്പോൾ നരേന്ദ്രമോദി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് അവിടെ ഏതാണ്ട് 2 മണിക്കൂറോളം നീളുന്ന പരിപാടികളുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കാണ് അദ്ദേഹം ക്ഷേത്ര സന്ദർശനം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് അദ്ദേഹം ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപാഡിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്ന് റെസ്റ്റ് ഹൗസിൽ അല്പസമയം വിശ്രമിച്ച ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ്. അദ്ദേഹം ക്ഷേത്ര നടയിൽ പ്രാർത്ഥിക്കുന്നതിന്റെയും മറ്റും ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. അതിനുശേഷം താമര കൊണ്ടുള്ള തുലാഭാരമടക്കമുള്ള വഴിപാടുകൾ അദ്ദേഹത്തിന് ക്ഷേത്രത്തിലുണ്ട്. ഏതാണ്ട് 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് ശേഷമായിരിക്കും സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം നടക്കുന്ന സ്ഥലത്തേക്ക് വേദിയിലേക്ക് അദ്ദേഹം പോവുക. അതിനുശേഷം അവിടെ ഇന്ന് വിവാഹിതരായ 30ഓളം വധൂവരന്മാരെ അദ്ദേഹം ആശംസകൾ അറിയിക്കുന്നുണ്ട്. ഏതാണ്ട് 2 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കാര്യപരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. ഇപ്പോൾ ക്ഷേത്രത്തിനകത്ത് അദ്ദേഹം വലം വയ്ക്കുന്നതിന്റെയും ദർശനം നടത്തുന്നതിന്റെയും ഒക്കെ ദൃശ്യങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. അദ്ദേഹത്തിനൊപ്പം മറ്റ് BJP നേതാക്കളെയൊന്നും കാണുന്നില്ല. എന്തായാലും BJP നേതാക്കളൊന്നും ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം ദർശനം നടത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം വഴിപാടുകളടക്കമുള്ള തുലാഭാര വഴിപാടുകളടക്കമുള്ള ചടങ്ങുകൾ കൂടി അദ്ദേഹത്തിന് ക്ഷേത്രത്തിലുണ്ട്. അതിനുശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം നടത്തിയതിനു ശേഷം ഏതാണ്ട് 9 കാലോടുകൂടിയാണ് അദ്ദേഹം തൃപ്രയാർ ക്ഷേത്ര സന്ദർശനത്തിനായി തിരിക്കുക. അതിനുശേഷമാണ് 12 മണിയോടെ അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചെത്തും. ഇതാണ് അദ്ദേഹത്തിന്റെ യാത്രയുടെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത്. 12 മണിയോടെ കൊച്ചിയിൽ തിരിച്ചെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അവിടെ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ 3 വൻകിട പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുണ്ട്. ഏതാണ്ട് 4000-ലധികം കോടിയുടെ വൻ പദ്ധതികളുടെ ഉദ്ഘാടന കർമ്മമാണ് അദ്ദേഹം അവിടെ നിർവഹിക്കുക.